നടന്നോ സ്റ്റൈലായിട്ട് പറഞ്ഞ ഹാപ്പി ക്രിസ്മസ് ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്റെ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ക്രിസ്മസ് ഈവ് ആണ് കേട്ടോ. ഇത് ഞങ്ങൾ ഡിസൈൻ ചെയ്ത ഡ്രസ്സാണ് ഗൈസ്. ഭയങ്കര ചെലവ് കുറഞ്ഞൊരു ബഡ്ജറ്റിൽ ഞങ്ങൾ ചെയ്തതാണ്. മീറ്ററിന് ചെറിയ പൈസ വരുന്നുള്ളൂ. അപ്പൊ അതിൽ ഞങ്ങൾ ചെയ്തതാണ് കേട്ടോ. ഞാൻ ആമയും ഒരുമിച്ചൊക്കെ റീലൊക്കെ എടുക്കാൻ ഒരുപോലെ എന്ന് കരുതിയിട്ട് ഇതാ സിമ്പിൾ ആയിട്ടുള്ളൊരു ഡ്രസ്സ്. അപ്പൊ ഞങ്ങളിന്ന് തലേദിവസം ജസ്റ്റ് ഒന്ന് കറങ്ങാനും ഞങ്ങളുടെ ഇവിടേക്ക് ഒരു ചെറിയ ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ട്. അപ്പൊ അങ്ങോട്ട് പോവാണ് കേട്ടോ. പിന്നെ മനുഷ്യന്റെ അവിടേക്ക് ഒന്ന് വൈബ് അടിച്ചിട്ട് വരാന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളെ വായനശാല ഉണ്ടല്ലോ, അവിടെ ചെറിയൊരു ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പം കാറിൽ പോകാമെന്ന് വിചാരിച്ചു. മിന്നൂനും കുഞ്ഞിനും ഒക്കെ ഒന്ന് അവർ എവിടേക്കും പോകണില്ലല്ലോ. അപ്പം എന്തായാലും അവരും കൂടെ കൂട്ടാമെന്ന് കരുതിയിട്ടോ. അപ്പം ഷഞ്ഞിനും പിള്ളേരും എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ ഒന്ന് പോയത്. അപ്പം ഞങ്ങൾ നേരെ വീട്ടിലച്ചേണ്ട അവിടെ കാറ് കൊണ്ടുവന്നിട്ട് കുറച്ച് നേരം അവിടെ വർത്താനം പറഞ്ഞിരുന്നിട്ടാണ് കേട്ടോ വായനശാലയുടെ അവിടെ. പിറ്റേ ദിവസം ക്രിസ്മസിൻ്റെ അന്നൊരു ചെറിയൊരു എന്താ പറയുക അമ്പല ദർശനം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ട്രെയിൻ ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നേരെ വീട്ടിൽ പോവാണ് ചെയ്തത്. അഭിചേട്ടനാണെങ്കിൽ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ കാർ എടുത്തു കേട്ടോ. കാരണം അഭിചേട്ടനെ കോളിൽ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ എന്ന് കരുതിയിട്ട്. അങ്ങനെ ഇതാണ് കേട്ടോ വായനശാലയിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നല്ലോ. പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ആദ്യമായിട്ട് നന്ദി പറയാണ്. പിന്നെ എല്ലാവർക്കും ഒത്തിരി സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നന്മകൾ നിറഞ്ഞ ഒരു നല്ല ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് ഇതൊരു മതസൗഹാർദ്ദത്തിന്റെ ഭാഗമാണ്. നമ്മളെല്ലാ മതങ്ങളെ ആഘോഷിക്കുന്നുണ്ട്. മതങ്ങൾ തമ്മിൽ ഭിന്നിപ്പില്ലാണ്ടും നമ്മൾ സൗഹാർദ്ദമായിട്ട് എല്ലാ ആഘോഷത്തിൽ പങ്കെടുക്കാനും എല്ലാവർക്കും ക്രിസ്മസ് ആഘോഷിക്കും. കുഞ്ഞി മറ്റേ കൈ പിടിക്കും. അങ്ങനെ ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷം തുടങ്ങിയത് വായനശാലയിൽ നിന്നാണ് കേട്ടോ. ഞങ്ങൾ ഒരേപോലത്തെ ഡ്രസ് കോഡൊക്കെ ഇട്ട് കുഞ്ഞു മിന്നൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അവർ നാളെ ഇടാന്ന് കരുതിയിട്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇന്നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വീണ്ടും വീട്ടിൽ പോയിട്ട് ഡ്രസ്സ് ഇട്ടു കേട്ടോ. പിള്ളേരും ഡ്രസ്സ് ഇട്ടായിരുന്നു. അങ്ങനെ പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും കേക്കൊക്കെ കഴിച്ച് ഹാപ്പി ക്രിസ്മസ് ഒക്കെ പറഞ്ഞ് അവിടെ ഒരു കുഞ്ഞു പാപ്പ ഉണ്ടായിരുന്നു, ക്രിസ്മസ് പാപ്പ ഉണ്ടായിരുന്നു. അങ്ങനെ പാപ്പയുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ അവിടുത്തെ കോൺവെർസേഷൻസ് ഒന്നും ഇടാഞ്ഞ്. നല്ല പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. ചെറിയൊരു പരിപാടി, എല്ലാവരും കൂടെ ഒരുമിച്ച് കേക്കൊക്കെ കട്ട് ചെയ്ത് ആഘോഷിക്കുമ്പോൾ ഒരു രസമല്ലേ അല്ലേ. അങ്ങനെ പിന്നെ ഇതേ കുഞ്ഞ് കേക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു ചെറിയ പുൽക്കൂടും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു വായനശാലയുടെ ഒരു സൈഡിൽ. ഇക്ക പറഞ്ഞ പോലെ, അഷ്റഫ് ഒക്കെ പറഞ്ഞ പോലെ ഞങ്ങളുടെ നാട്ടിലൊരു മതസൗഹാർദ്ദ ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. ഇവിടെ എല്ലാതും ആഘോഷിക്കുന്നേ. ഓണാഘോഷത്തിൻ്റെ ഒരു വ്ളോഗ് ഞാൻ മുന്നേ വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് വീഡിയോ കണ്ടു നോക്കട്ടോ. അതുപോലെ ഇഫ്താർ വിരുന്നൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ആഘോഷം ഇവിടെ നിന്ന് തുടങ്ങാണ്. ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ കേക്ക് കൊണ്ട് പോയി. അങ്ങനെ ഞങ്ങൾ രണ്ട് കഷ്ണം കേക്ക് കഴിച്ചു കേട്ടോ. കാരണം എന്താ പറയാ, കേക്കിലല്ലേ നമ്മുടെ ക്രിസ്മസ് ഇരിക്കുന്നതെന്ന് പറയില്ലേ. ഒരുവിധ ആൾക്കാർക്കൊക്കെ പ്ലം കേക്ക് ആണല്ലോ ഇഷ്ടം. എനിക്കങ്ങനെ പ്ലം കേക്ക് വലിയ ഇഷ്ടമുള്ള ആളല്ല കേട്ടോ. അഭിചേട്ടന് പക്ഷേ ഭയങ്കര ഇഷ്ടമാണ് പ്ലം കേക്ക്. അങ്ങനെ ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ ഒക്കെയാണ് പറയുന്നത്. ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതൊക്കെ പറഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. മനുഷ്യൻ്റെ അവിടെ റെസിഡൻസ് അസോസിയേഷൻ അവർ താമസിക്കുന്ന അവിടെ തന്നെ ഒരു കരോൾ സംഭവമൊക്കെ ഉണ്ട്. അവിടെ ഞങ്ങൾ ഇടയ്ക്ക് പോവാറുണ്ട്. നല്ല രസമാണ് കേട്ടോ. നല്ല വൈബാണ്. അവിടുത്തെ ആൾക്കാരെല്ലാവരും നല്ല വൈബുള്ളവരാ. അങ്ങനെ പിന്നെ കേക്ക് നിങ്ങളെ കൊതിപ്പിക്കാൻ വേണ്ടി കേക്കൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ.
എപ്പോഴാ പോണ നാളെ? 6:30 റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. 6 മണിയാകുമ്പോ ഇവിടെ എത്തണം അല്ലേ? അയ്യോ 6 മണിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും. നിന്നെ ഇന്നാക്കി തരാം അവിടെ. ഇന്നാക്കാം. എവിടെ പോണേ? എവിടേക്ക് പോണേ? ക്രിസ്മസ് കാഴ്ചകൾ കാണാൻ. പട്ടിക്കുട്ടീനെ എടുത്തിട്ട് ഫോട്ടോ എടുക്കാം. അമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അമ്മയ്ക്ക് വട്ടയപ്പത്തിന്റെ മാവ് ഒക്കെ റെഡിയാക്കാണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല. അതെ, പിന്നെ എല്ലാത്തിനും പറക്കി കൂട്ടി ഞങ്ങള് മനുഷ്യന്റെ അവിടേക്ക് യാത്ര തിരിച്ചു ഗൈസ്. മണികൾ എല്ലാ വഴികളിലും എന്തൊരു രസമാണ് നീ വഴിയിൽ കുതിരയെ ഓടിക്കാൻ. മണികൾ മണികൾ എല്ലാ വഴികളിലും എന്തൊരു രസമാണ് നീ വഴിയിൽ. റൈറ്റ് പോണോ? നമ്മുടെ അവിടുത്തെ നാട്ടിലത്തെ കാഴ്ചകൾ കണ്ടിട്ട് മണികൾ എല്ലാ വഴികളിലും എന്തൊരു രസമാണ് നീ വഴിയിൽ കുതിരയെ ഓടിക്കാൻ. ജിംഗിൾ ബെൽസ് ജിംഗിൾ ബെൽസ് പാട്. ജിംഗിൾ ബെൽസ് പാട്. ജിംഗിൾ നിർത്തി ശ്വാസം പിടിച്ചിട്ട് സ്കൂളിൽ വലിയ പാട്ടുകാരിയാന്ന് പറഞ്ഞിട്ടില്ല. സ്കൂളല്ല തെറ്റി ക്ലാസ്. കളിയാക്കാൻ പാടില്ല. ഗെയിം കളിക്കായിരുന്നു. അപ്പൊ ഞങ്ങള് ആരാണ് ഏറ്റവും കൂടുതൽ നന്നായി പാടുന്നതെന്ന് മറ്റുള്ളവരോട് ചോദിക്കാറുണ്ട്. അപ്പൊ എല്ലാവരും ലൈറ്റ് കാണാൻ വന്ന ലൈറ്റ് കാണും. ഇവിടെ ആരും ഇല്ലല്ലോ. എല്ലാവരും ഡ്രസ്സാണല്ലോ. എടുക്കാൻ വേണ്ടിട്ട് എനിക്ക് തരൂ. ഞാൻ പിടിക്കുമ്പോ നടിയിൽ പിടിച്ചോ. വേണ്ട വേണ്ട, മറ്റവിടെ കൊടുത്താ മതി. വാ വാ അങ്ങോട്ട് പോയിട്ട് വരാം. അതാണ് എടുക്കണ്ട, എനിക്ക് വേണ്ട. ആ നീ നടന്നോ സ്റ്റൈലായിട്ട് പറഞ്ഞ ഫോൺ കൊടുക്ക്. ഞാൻ ഇൻസ്റ്റാ ഇത് എടുക്കണ്ട.
ഞങ്ങക്ക് തരാണ്ട് കേക്ക് കഴിച്ചു അല്ലേ? ചേച്ചിയുടെ ക്രിയേറ്റീവ് ട്രെയിനൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങള് മനുഷ്യന്റെ വീട്ടിലത്തെ ക്രിസ്മസ് ഡെക്കറേഷൻ കാണാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ. അടിപൊളിയായിട്ട് ചെയ്യട്ടോ മെൽഫി ചേച്ചി. എനിക്ക് മെൽഫി ചേച്ചിയുടെ അവിടേക്ക് പോകുമ്പോഴാണ് എനിക്ക് വീട്ടിൽ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ തോന്നാറ്. എല്ലാ പ്രാവശ്യം ഞാൻ വിചാരിക്കും കേട്ടോ ട്രീ വാങ്ങിക്കണം എന്ന്. എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. പക്ഷെ ഇത് അവർ ഉണ്ടാക്കിയിട്ടുള്ള ട്രീ ആണ് കേട്ടോ. നല്ല രസമാണ്. മെൽഫി ചേച്ചി ഓരോ കർട്ടൻ അടക്കം അടിപൊളിയായിട്ട് ചെയ്യട്ടോ. അവർ ലീവിങ്ങിലാണ്. ഞാൻ അവർ വീഡിയോ ഞാൻ കണ്ടായിരുന്നു ഓൾറെഡി ചെയ്തത്. ഞങ്ങൾ നടന്ന് അതൊക്കെ കണ്ടു കേട്ടോ. മിന്നുവിനും കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ചെയ്തുള്ളതൊക്കെ. കണ്ടോ ഞങ്ങളുടെ ഡ്രസ്സും കൂടി ആയപ്പോൾ ശരിക്കും ക്രിസ്മസ് ഒരു തീമായിട്ട് അവിടെ ഞങ്ങൾ അവിടെ നിന്ന് 2 റീലൊക്കെ എടുത്തു. അപ്പം മനുഷ്യൻ പറയും ഇവിടെ എല്ലാ ഡിസംബറിലും തൂങ്ങുന്ന ക്രിസ്മസ് പാപ്പയായിരുന്നു. നല്ല രസം കേട്ടോ കാണാനായിട്ട്. അങ്ങനെ പിന്നെ സുഡുവാണ് താരം. സുഡുവിന് എടുക്കാനൊക്കെയാണ് എനിക്കൊരു പേടിയാണ്. എന്താണെന്ന് അറിഞ്ഞൂടാ, എനിക്കൊരു പേടിയാണ്. പക്ഷെ ഞാനിപ്പോൾ സുഡുവിനെ തൊടൊക്കെ ചെയ്യും. ചെറുതായിട്ടൊക്കെ ഇങ്ങനെ തൊട്ട് തുടങ്ങുന്നുണ്ട്. അത് ശരിക്കും കുഞ്ഞു പപ്പിയല്ലേ. അങ്ങനെ മനുഷ്യൻ്റെ അവിടുത്തെ രൂപക്കൂടിൻ്റെതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. എന്ത് രസമാണ് കാണാൻ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒരു ഡിവൈൻ ലുക്കൊക്കെ വന്നിട്ടുണ്ട് അവിടെ. ഒന്നിനൊരു കുറവ് വരുത്തിട്ടില്ല. ഈ റൂമില് ഡെക്കറേഷൻ കൊടുത്തിട്ടാ? ക്രിസ്മസിന്റെ ബെഡ്ഷീറ്റ്. ചവിട്ടി വരെ നല്ല വട്ടീനെ പുസ്തകം തുടരില്ല. ഇതെവിടുന്നാ? ഞാൻ എല്ലാം എടുത്തു. ഷോർട്സ് ഇടാം അല്ലേ? സ്റ്റോറി ഇടാം. ഇരിക്കേ സുഡുവിനെ നിലത്തേക്ക് ഇറക്കിയതാണ്. Happy Christmas, guys! Happy Christmas! Happy Christmas! അത് കണ്ണൂര്. ബൈ. അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. 27 മുടക്കണി എങ്ങനെയും പോവാം. ഉറങ്ങിയവരൊക്കെ എനിക്ക് ഉറങ്ങി. അവരുറങ്ങുന്നില്ല ഇപ്പൊ. തൊപ്പിട്ട് വെച്ച പോലെയാ. ലൈറ്റ് ഇല്ല.
അതെ പോടുന്നു. ഞങ്ങൾ പോയിട്ട് വരാട്ടാ. അല്ല എടുത്താ ബ്രഷ് എടുത്താ കാർ. ഇന്നത്തെ വൈകുന്നേരത്തെ ക്രിസ്മസ് ഈവ് വ്ളോഗോടെ അവസാനിക്കാൻ കേട്ടോ. ഞങ്ങൾ മനുഷ്യന്റെ അടയ്ക്ക് പോയിട്ട് അടിച്ചു പൊളിച്ചു, കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു. നാളെ ഞങ്ങൾ പറശ്ശിനിക്കടവ് പോവാ. തറവാട്ടമ്പലത്തിലെ കുറെ പേരുണ്ട്. അപ്പൊ അത് സൈനിങ് അപ്പ് ചെയ്യണ്ട. അപ്പൊ നമുക്ക് ഇന്നത്തെ വ്ളോഗോടെ അവസാനിക്കാം കേട്ടോ. നമുക്ക് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഞാൻ നാളെ പറശ്ശിനിക്കാണ് പോണ വീഡിയോ. ഞങ്ങൾ ക്രിസ്മസിന്റെ അന്ന് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ക്രിസ്മസിന്റെ തലേ ദിവസം അടിച്ചു പൊളിച്ചു, നല്ല വൈബ് ചെയ്തു. ഡിന്നറൊക്കെ പുറത്തുനിന്ന് കഴിച്ചിട്ട് വന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ക്രിസ്മസ് ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.